Welcome back our channel. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണ്? ഇന്നൊരു കുക്കിംഗ് റെസിപ്പി ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. എന്ത് റെസിപ്പി? ഹോംമേഡ് ചിക്കൻ പിസ്സ. വാവ്! അല്ല ഫൈഹ, ഇന്ന് ആരെ കുക്ക് ചെയ്യാൻ പോകുന്നത്? വേറെ ആരും തന്നെയല്ല, എന്റെ താത്തയാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പിസ്സ ഉണ്ടാക്കാനുള്ള സാധനം എന്തൊക്കെയാണെന്ന് ചോദിക്കാം. 1.5 കപ്പ് മൈദ, പഞ്ചസാര, ഈസ്റ്റ്, ചെറു ചൂട് പാലാണ്, ഉപ്പ്, പിന്നെ ഡൗ കുഴച്ചെടുക്കാൻ ചെറു ചൂട് വെള്ളം. ഫസ്റ്റ് നമുക്ക് ഈസ്റ്റ് പൊങ്ങാനായിട്ട് വെക്കണം. അതിനായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാലൊഴിക്കാം. നമുക്ക് ഷുഗർ കുറച്ച് മതി, പിന്നെ ഈസ്റ്റ് 1 ടീസ്പൂൺ ഈസ്റ്റാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരു 10 മിനിറ്റ് ഇതൊന്ന് പൊങ്ങാനായിട്ട് വെക്കാം. നമുക്കിനി ഡൗ കുഴക്കാം. അപ്പോൾ മൈദയിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഒരു ഇൻഗ്രീഡിയൻറ്റ് പറയാൻ മറന്നുപോയി, ഓയിലാണ്. 2 ടീസ്പൂൺ ഓയിൽ വേണം. പിന്നെ നമ്മുടെ ഈസ്റ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം, ഈസ്റ്റിൻ്റെ മിക്സ്. ഓക്കെ, ഇനി നമുക്ക് നന്നായിട്ടിതൊന്ന് കൈ വെച്ച് കുഴച്ചെടുക്കാം. ഈസ്റ്റിൻ്റെ മിക്സ് പോരാതെ വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച വെള്ളം കുറേശ്ശെ ആഡ് ചെയ്തിട്ട് നല്ല ലൂസാക്കി കുഴച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഡൗ കംപ്ലീറ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ ഞാനിപ്പോൾ 1 ഡേ വെക്കുന്നുണ്ട്. ഞാനിത് നൈറ്റാണ് ഇത് കുഴച്ചത്, അതുകൊണ്ട് 1 ഡേ വെക്കുന്നുണ്ട്. നമുക്കിത് നനഞ്ഞ ഒരു തുണി വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കും. നമുക്കിനി പിസ്സ ഉണ്ടാക്കാനായിട്ട് സോസ് വേണം. അപ്പോൾ അത് നമുക്ക് ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സവാള, തക്കാളി, ഗ്രീൻ ക്യാപ്സിക്കം ആണ്. നിങ്ങളുടെ റെഡൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ്. ഓക്കെ, ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ആക്കി പേസ്റ്റ് ആക്കി എടുക്കണം. ഫസ്റ്റ് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം, ദെൻ ടൊമാറ്റോ, ക്യാപ്സിക്കം, ചില്ലി ഫ്ലേക്സ്. ഓക്കെ, ഇപ്പോൾ നന്നായിട്ട് നല്ല പേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പറ്റി നല്ലൊരു തിക്കായിട്ട് വരണം. ഇതിലേക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം. നല്ല ലോ ഫ്ലെയിമിൽ ഇടണം കേട്ടോ. ഇതേപോലെ തിള വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം, ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനിയിത് നല്ല ചൂടാകാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ഡൗ ഓപ്പൺ ചെയ്ത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പിസ്സ ഉണ്ടാക്കുന്നത് ഈ ഒരു പാനിലാണ്. ഫസ്റ്റ് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഗ്രീസ് ചെയ്യാം. പിസ്സ ഡൗ നന്നായിട്ട് പരത്തിയിട്ടുണ്ട്. നമുക്കിനി ഫോർക്ക് വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കണം. ഫോർക്ക് വെച്ച് കംപ്ലീറ്റ് കുത്തിയിട്ടുണ്ട്. നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ച പിസ്സ സോസ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. സോസ് ഫുൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചീസ് വേണം. അപ്പോൾ ഇത് മൊസറല്ല ചീസാണ്. നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. ചിക്കൻ പീസസ് എല്ലാം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെജിറ്റബിൾസ് വെക്കണം. അപ്പോൾ റൗണ്ടിൽ കട്ട് ചെയ്ത സവാള, ക്യാപ്സിക്കം, ടൊമാറ്റോ നമുക്ക് ഇതിന് മേളിൽ വെച്ച് എല്ലാ വെജിറ്റബിൾസും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലും കുറച്ചും കൂടി ചീസ് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഓൾമോസ്റ്റ് നമ്മുടെ പിസ്സ എല്ലാം ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 20 to 25 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇത് നമ്മൾ ഡയറക്റ്റ് ഫ്ലെയിമിലല്ല വെക്കുന്നത്. ഡയറക്റ്റ് ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അടി കരിഞ്ഞു പോകും. അതിനായിട്ട് നമ്മളിവിടെ പാൻ ചൂടാക്കുന്നുണ്ട്. അതിൻ്റെ മേലേക്കാണ് നമ്മളിത് ഇറക്കി വെക്കുന്നത്. ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് ഗ്യാസിൽ നിന്ന് ഇറക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ പിസ്സ കട്ട് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ആ കുഞ്ഞിന്റെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് കാണാൻ പറ്റും. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.